സിനിമാ മേഖലയിൽ തുല്യവേതനമെന്നത് അസാധ്യമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. വിപണി മൂല്യവും സർഗാത്മക മികവും കണക്കാക്കിയാണ് പ്രതിഫലം. വേതനം നിർമ്മാതാവിന്റെ വിവേചനാധികാരമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. ഹേമ കമ്മിറ്റി നടത്തിയത് വിവരശേഖരണമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും രജിത്ത് ചേരുന്നു. രജിത്ത്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേരത്തെയും ഈ കാര്യം വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ വേതനം സംബന്ധിച്ചൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് വീണ്ടും മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ഈ തുല്യവേതനം അസാധ്യമെന്ന് വ്യക്തമാക്കുന്നത്. എന്തെല്ലാമാണ് ആ കത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സൂചിപ്പിക്കുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇത് ആദ്യമായാണ് ഒരു സിനിമാ സംഘടന സർക്കാരിനോട് പ്രതികരിക്കുന്നത് എന്നത് തന്നെയാണ്. സിനിമാ മേഖലയിൽ സ്ത്രീക്കും പുരുഷനും തുല്യവേതനം ഉറപ്പാക്കണമെന്നൊരു നിർദ്ദേശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുണ്ടായിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് അസാധ്യമായ ഒരു കാര്യമാണ് എന്നാണ് ഇപ്പോൾ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വിശദമായ ഒരു കത്ത് തന്നെ ഇവർ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് പഠിച്ച ശേഷമാണ് തങ്ങൾ ഇത്തരം ഒരു കത്ത് നൽകുന്നത് എന്ന കാര്യവും അവർ പറയുന്നു. ഓരോ സിനിമയുടെയും വിപണന മൂല്യവും അതുപോലെ തന്നെ അതിലെ സർഗാത്മക കഴിവുകളും പരിഗണിച്ചുകൊണ്ടാണ് അഭിനേതാക്കൾക്ക് പ്രതിഫലം നൽകുന്നത്. അത് സ്ത്രീകൾക്കും പുരുഷനും തുല്യമായ ഒരു വേതനം നൽകുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ് എന്നാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ നിർമ്മാതാവിന്റെ ഒരു വിവേചന അധികാരം കൂടിയാണ് ഇത്തരത്തിൽ എത്ര വെച്ച് വേണം ഇവർക്ക് തുകകൾ നൽകണം എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് നിർമ്മാതാവ് തന്നെയാണ് എന്ന കാര്യം കൂടി ഇവർ പറയുന്നു. അത്തരത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു സംഘടന സർക്കാരിനോട് പ്രതികരിക്കുന്നത് എന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയും. മറ്റ് പ്രശ്നങ്ങളൊക്കെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവ കേസിന്മേലൊക്കെയും പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇത്തരത്തിലൊരു കത്ത്, വിശദമായ ഒരു കത്ത് തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ശരി, സിനിമാ മേഖലയിൽ തുല്യവേതനമെന്നത് അസാധ്യമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രജിത്ത്.